ആമോ? ബോർഡ് വന്നിട്ടില്ല. വേറെ ആർക്കും കാണുന്നില്ല? ബോർഡ് ഇപ്പോഴും വിസിബിൾ ആയിട്ടില്ല? ഇല്ല സർ, സ്ക്രീൻ ഗൂഗിൾ മീറ്റ് സ്ക്രീനിൽ കാണുന്നത്. Okay. I think today we will discuss Bohr atom model. The last class we discussed Rutherford model and its failure to explain the stability of atom and line structure of spectrum. Okay, so today we will discuss what is Bohr atom. Bohr atom model. Okay, so the failures of Rutherford atom model were: one, it could not explain the stability of atom, because as per classical electromagnetic theory, when electrons revolves in circular orbit, they will emit electromagnetic radiation, so their energy will continuously decrease and they will move in a spiral path and eventually it will fall into the nucleus. But it is found that the atoms are stable. So how can we explain the stability of the atom? That was one problem faced by Rutherford. So what Bohr actually did was, Bohr argued that electron cannot revolve in all circular orbits, but they can revolve only in certain specified orbits. They are called stationary orbit, and the speciality of that orbit is, when electrons move in that particular orbit, they will not emit radiation. And that explanation is possible only on the basis of quantum theory. The Bohr atom model onwards, we used quantum theory to explain the models. Until Bohr, we used classical theory, but from now onwards, we will use quantum theory to explain these atom models. Okay. First few points are taken from Rutherford model itself. Bohr atom model ആദ്യത്തെ 1-2 points Rutherford model തന്നെയാണ്. Most of the space in atom, most of the space in an atom is empty. An atom is empty. Okay. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, center of atom contains nucleus which and entire positive charge and mass of atom is concentrated on the nucleus. ഇത് രണ്ടും ഓൾറെഡി റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും മാറ്റാൻ പോയിട്ടില്ല ബോർ. ഈ 2 പോയിന്റ്സും അതേപടി തന്നെ നടത്തി. ബോറിന്റെ അഭിപ്രായത്തിലും ആറ്റത്തിന്റെ കൂടുതൽ സ്പേസ് എംറ്റി ആണ്. ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റവും എൻറ്റയർ മാസും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൌണ്ട് ന്യൂക്ലിയസ്. ഇത്തരം വരെ റൂദർഫോർഡ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇത്തിരി മാറ്റം വരുത്തി. റിവോൾവ്സ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ സർട്ടൈൻ സ്പെസിഫൈഡ്, ഒരു വാക്ക് ചേർത്ത്, സർട്ടൈൻ സ്പെസിഫൈഡ് സർക്കുലർ ഓർബിറ്റ്സ്. സർട്ടൈൻ സ്പെസിഫൈഡ് സർക്കുലർ ഓർബിറ്റ്സ് എന്നാൽ 2 വാക്ക് കൂടുതൽ ചേർത്ത്. ഓക്കെ,
Rutherford പറഞ്ഞത് ഇലക്ട്രോൺസ് revolves around nucleus in circular orbits എന്നായിരുന്നു. There were no specified conditions for that orbits, but according to Bohr, that circular orbits should satisfy certain conditions. എല്ലാ ഓർബിറ്റിലൊന്നും ഇത് കറങ്ങാൻ പറ്റില്ല, ചില പ്രത്യേക കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർബിറ്റ്സിൽ മാത്രമേ ഇത് കറങ്ങാൻ പറ്റൂ എന്നാണ് ബോർ ആർഗ്യൂ ചെയ്തത്. ഓക്കെ, those particular orbits are called stationary orbits. ആ ഓർബിറ്റ്സിന്റെ പേരാണെന്ത്? സ്റ്റേഷനറി ഓർബിറ്റ്സ്. ഓക്കെ, now what is the peculiarity of those stationary orbits? അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. സ്റ്റേഷനറി ഓർബിറ്റ്സ് ആർ those in which angular momentum of the electron angular momentum നമുക്കറിയാം, റിവോൾവ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് നമുക്ക് ആംഗുലാർ മൊമെന്റം MVR സർക്കുലർ പാത്തിലാണെങ്കിൽ MVR എന്ന് ഡിഫൈൻ ചെയ്യാം. ആ ആംഗുലാർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്, അതാണ് ക്വാണ്ടം തിയറി വരുന്നത്, ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2pi, where h is Planck's constant. h is Planck's constant. അപ്പൊ ഇത് മാക്സ് പ്ലാങ്ക് 1905 മാക്സ് പ്ലാങ്കിന്റെ തിയറി ഉപയോഗിച്ച് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ആക്ച്വലി ഒരു 1800s ലാസ്റ്റ് ഭാഗത്താണ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. മാക്സ് പ്ലാങ്കിന്റെ ഇതിൽ ലൈറ്റ് എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ക്വാണ്ടൈസ്ഡ് ആണ്. ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന ഓർബിറ്റ് മാത്രമേ ഇലക്ട്രോൺ ചൂസ് ചെയ്യുള്ളൂ എന്നാണ് ബോറിന്റെ ആർഗ്യുമെന്റ്. ഓക്കെ, ഇലക്ട്രോണിന് എല്ലാ സർക്കുലർ ഓർബിറ്റിലും കറങ്ങാൻ പറ്റില്ല. കറങ്ങാൻ പറ്റുന്ന ഓർബിറ്റ് എന്ന് പറയുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ആംഗുലാർ മൊമെന്റം h/2πയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അങ്ങനെ വരുന്ന ഓർബിറ്റ് മാത്രമേ ഇലക്ട്രോൺ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന ഓർബിറ്റിന്റെ പേരാണ് സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫോർ സ്റ്റേഷനറി ഓർബിറ്റ് MVR, that is the angular momentum, that should be nh/2π. അവിടെ m എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. v എന്താണ്? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി. r എന്താണ്? റേഡിയസ് ഓഫ് ഓർബിറ്റ്, ആ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞു, ആ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് r. n എന്താണ്? 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, n 0, 1, 2, n ഇവിടെ 0 എടുക്കുന്നില്ല, 1, 2, 3 എക്സെട്ര. n എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. ഇപ്പൊ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n1, സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n2, തേർഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n3 ആൻഡ് സോ ഓൺ. നൗ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ബാക്കി എല്ലാം അതിനകത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്. പൈയുടെ വാല്യൂ നമുക്ക് അറിയാം 3.14. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്? 6.625 into 10 to the power 10⁻⁻34. SI യൂണിറ്റ് എന്താ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ? SI യൂണിറ്റ് എന്താ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ? ജൂൾ പെർ സെക്കൻഡ്. കേട്ടില്ല, ജൂൾസ് പെർ സെക്കൻഡ് ആണോ? ജൂൾ സെക്കൻഡ് ആണോ? ജൂൾ സെക്കൻഡ് ഈക്വൽ ടു h ഈക്വൽ ടു E/ν ആണ്. ന്യൂ എന്ന് പറയുന്നത് 1/second ആണ്. സോ ഇറ്റ് ഈസ് ജൂൾ സെക്കൻഡ്. അപ്പം സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത് MVR എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആണ്. MVR ഈസ് nh/2π. ഇത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർബിറ്റുകൾ മാത്രമേ ഇലക്ട്രോണിന് കറങ്ങാൻ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിനെയാണ് ക്വാണ്ടൈസേഷൻ, ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ തിയറിയിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റൈസേഷൻ ഇല്ല.
എല്ലാ വാല്യൂസും എടുക്കാവുന്നതാണ് ഈ ക്ലാസിക്കൽ തിയറി. ക്വാണ്ടൈസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ വാല്യൂസേ എടുക്കാൻ പാടുള്ളൂ എന്നെടുക്കുക. ഓക്കെ, അപ്പൊ ക്വാണ്ടം തിയറി വെച്ച് മാത്രമേ നമുക്ക് ഈ സ്റ്റെബിലിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബോർ ഉപയോഗിച്ചത് മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി തന്നെയാണ്. ബോർ പറഞ്ഞത് ആംഗുലാർ മൊമെന്റം ഷുഡ് ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ സ്റ്റേഷനറി ഓർബിറ്റ് electrons will not emit radiation. അതാണ് സ്റ്റേഷനറി ഓർബിറ്റിന്റെ പ്രത്യേകത. ക്വാണ്ടം മെക്കാനിക്കലി ആ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യില്ല. ഓക്കെ, റേഡിയേഷൻസ് വിൽ ബി എമിറ്റഡ്. എപ്പോൾ മാത്രമാണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക? റേഡിയേഷൻസ് വിൽ ബി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. ചിലപ്പോൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യാം. എപ്പോഴാണ്? വെൻ ഇലക്ട്രോൺ ജംപ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ. ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്താൽ മാത്രമാണ്, ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് ഇലക്ട്രോണ് എനർജി റേഡിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ രണ്ട് ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് സർക്കുലർ ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ n equal to 1 and n equal to 2. Okay, so this is two orbits. ഒരു ഇലക്ട്രോൺ, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടാം, താഴത്തേക്ക് ചാടാം, ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് പോവാം. മനസ്സിലായോ? താഴേന്ന് മുകളിലേക്ക് പോയാൽ അബ്സോർബ് ചെയ്യണം, മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുകയാണ് എമിറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഇലക്ട്രോൺ താഴേന്ന് മുകളിലേക്ക് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഒരു ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും, ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരികയാണെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും. ഈ രണ്ട് കേസിൽ മാത്രമാണ് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നത്. അല്ലാതെ റൂദർഫോർഡിന്റെ മോഡലത്തെ പോലെ ഒരു ഇലക്ട്രോൺ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്ത് ന്യൂക്ലിയസിൽ വന്ന് വീഴില്ല. ഓരോ ഓർബിറ്റും സ്റ്റേബിൾ ആണ്. ആ ഓർബിറ്റിൽ കറങ്ങുന്ന സമയത്ത് there is no emission of or absorption of energy. Energy emission or absorption takes place only when electron jumps from one orbit to another. ഇതാണ് ബോർ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് എണ്ണത്തിന്റെ എനർജി എന്ന് പറയുന്നത് E2 E1 ആണെങ്കിൽ E2 minus E1 is h nu, where nu is frequency of emitted radiation. അപ്പൊ E2 എനർജി ഉള്ള ഒരു ലെവലിൽ നിന്ന് E1 എനർജി ഉള്ള ഒരു ലെവലിലേക്ക് ജമ്പ് ചെയ്യാണ് ഇലക്ട്രോൺ എങ്കിൽ അപ്പോൾ പുറത്തേക്ക് ഒരു എനർജി വരും. ആ എനർജി എത്രയാണ്? E2 മൈനസ് E1 ആയിരിക്കും. ആ ലെവലിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആ റേഡിയേഷന്റെ എനർജി നമുക്ക് പ്ലാങ്ക്സ് തിയറിയിൽ നിന്ന് h nu ആണെന്നറിയാം. h nu equal to E2 minus E1 എഴുതും. Is it clear? So these are the modifications made by Bohr. So Bohr എന്താ ചെയ്തത്? റൂദർഫോർഡ് ഓൾറെഡി ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചു. സെന്ററിൽ ന്യൂക്ലിയസ് ആണ്, അതിലാണ് എല്ലാ പോസിറ്റീവ് ചാർജും, ഇലക്ട്രോൺ ചുറ്റും കറങ്ങുകയാണെന്ന് പറഞ്ഞു. പക്ഷെ റൂദർഫോർഡിനെ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വെറുതെ കറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ന ഓർബിറ്റ് ഒന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ കറങ്ങുന്ന ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുകയാണെന്നും അതുകൊണ്ട് അത് എനർജി റേഡിയേറ്റ് ചെയ്യുമെന്നും അന്ന കാലത്തുള്ള തിയറി വെച്ചിട്ട് അതിന്റെ എനർജി കുറഞ്ഞു വന്ന് ന്യൂക്ലിയസിൽ വീഴുന്നായിരുന്നു. അന്ന് ക്വാണ്ടം തിയറി വന്നിട്ടില്ല. പിന്നീട് ബോർ വരുന്നത് 1900s തുടക്കത്തിലാണ്. അപ്പോഴേക്ക് മാക്സ് പ്ലാങ്ക് ക്വാണ്ടൈസേഷൻ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ബോർ ആ ഐഡിയ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തു. അതാണ് ചെയ്തത്. ആ ഐഡിയ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആറ്റത്തിന്റെ കേസിലും ഇതിങ്ങനെയാണ്. ആറ്റത്തിന്റെ കേസിലും ചില പർട്ടിക്കുലർ ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സ് എന്ന് പറയുന്നതിന് സ്റ്റേഷനറി ഓർബിറ്റ്സിന് പേരിട്ടു. ആ ഓർബിറ്റിന്റെ പ്രത്യേകത, ആ ഓർബിറ്റിന് ഓരോ എനർജി ഉണ്ട്. ആ എനർജി മാറില്ല. ആ ഓർബിറ്റിൽ കൂടെ കറങ്ങുന്ന ഇലക്ട്രോൺ ആ എനർജി കോൺസ്റ്റന്റ്. ആ ഓർബിറ്റ് ഏതൊക്കെയാണ് ഓർബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആംഗുലാർ മൊമെന്റം h/2πയുടെ മൾട്ടിപ്പിൾ ആവുന്നവർ ഏതും ആവാം. അപ്പൊ ഒന്നുകിൽ ആംഗുലാർ മൊമെന്റം h/2π വരുന്ന ഓർബിറ്റ് ആവാം, അല്ലെ ആംഗുലാർ മൊമെന്റം 2h/2π വരുന്ന ഓർബിറ്റ് ആവാം, അല്ലെ 3h/2π. അങ്ങനെ ആംഗുലാർ മൊമെന്റം h/2πയുടെ മൾട്ടിപ്പിൾ ആവുന്നത് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ ഇത്രയും വരെയുള്ള പോർഷനിൽ? ഹലോ, ഇല്ല സാർ. നമ്മൾ ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്, ഓരോ പാരാമീറ്റർ ആയിട്ട്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ ഓർബിറ്റ്. ഇപ്പൊ ബോർ ഇപ്പൊ പറഞ്ഞു ചില പ്രത്യേക ഓർബിറ്റ്സ് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മുതലുള്ളത് വെച്ചിട്ട് പ്രോബ്ലംസും ഡെറിവേഷൻസും ഒക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം കാണാൻ പോകുന്ന വെലോസിറ്റി ആണ്. ദിസ് ഈസ് യുവർ ന്യൂക്ലിയൈ. An electron is revolving around the nucleus in a particular circular orbit. The radius of that circular orbit is, say, small r, and the electron has a velocity which is tangent to this point. It is moving in this direction with a velocity v. How to find a relation for this velocity? So we already have this relation. mvr is equal to nh/2π. Equation number 1. Now we already have from Rutherford model mv²/r. Rutherford മോഡലിലെ കുറെ കാര്യങ്ങൾ ബോർ നിലനിർത്തിയിരുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് സർക്കുലർ ഓർബിറ്റ് കറങ്ങുന്നു എന്നുള്ള അതേപടി തന്നെ പറഞ്ഞു. ചില പ്രത്യേക സർക്കുലർ ഓർബിറ്റ് എടുത്തു എന്ന് മാത്രം. അപ്പോഴും സർക്കുലർ ഓർബിറ്റ് തന്നെയാണ് കറങ്ങുന്നത്. സർക്കിളിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അത് mv²/r ആണ്. അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അത് എത്രയാണ് വരിക? ZE/r². എന്താണ് അവിടെ Z എന്ന് പറയുന്നത്? Z എന്താ? പാരാമീറ്റർ ആണോ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ദ ന്യൂക്ലിയസ്. അതിനൊരു പേരുണ്ട്. എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 പോസിറ്റീവ് ചാർജ് ആണിത്. അപ്പൊ 10 E ആണ് ഇതിന്റെ ചാർജ്. പുറത്ത് കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ആണ്, അതിനൊരു ചാർജ് E. അങ്ങനെ 10 E ഇൻറ്റു E എന്നാണ്. Q1 Q2 എന്ന് പറയുന്നത്, Q1 എന്ന് പറയുന്നത് 10 E യും Q2 എന്ന് പറയുന്നത് E യും ആണ് വരിക. കറക്റ്റ്? ഹലോ, അതെ സാർ. ഓക്കെ. അപ്പോ 1/4πε0 ZE ഇൻറ്റു E/r² എന്നുള്ളത് 1/4πε0 10E ഇൻറ്റു E/r² എന്നാവും. നമ്മൾ 10 ആണ് എടുക്കുന്നതെങ്കിൽ. അപ്പം ഇൻ ജനറൽ atomic number Z ആണെങ്കിൽ ZE ഇൻറ്റു E/r². ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്താ കിട്ടുക? എന്താ കിട്ടുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? V equal to, right? V equal to ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ആറങ്ങ് വെട്ടിക്കളയാൻ എനിക്ക്, ശരിയല്ലേ? രണ്ട് സൈഡിൽ ഒരു 6 വെട്ടിക്കളയാലോ. ഈ 6 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്നു എന്ന് കരുതുക. ഈ ഡിനോമിനേറ്ററിൽ ഒരു 6 മിച്ചമുണ്ട്. ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ ഒരു 6 മിച്ചമുണ്ട്. ഈ 6 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ ഇത് mv²r ആവും, മുകളിൽ mvr ആണ്. ചിലപ്പോൾ ഇത് രണ്ടുപേരും ഡിവൈഡ് ചെയ്ത ഒരു v നിൽക്കും, ശരിയല്ലേ? mv²r mvr ഒരു v നിൽക്കും. ഈ v ഈക്വൽ ടു മുകളിൽ ഇനി എന്താ ഉള്ളത്? nh/2π ഡിവൈഡഡ് ബൈ എന്നുള്ളത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ.
അല്ലേ? ഓ തിരിഞ്ഞ ഇത് 1/2 അല്ലല്ലോ ചെയ്യേണ്ടത്, 2/1 അല്ലേ ചെയ്യേണ്ടത്? 2/1 ചെയ്യുമ്പോൾ ആദ്യം ഇതല്ലേ എഴുതണ്ടേ? സെറ്റ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ഡിവൈഡഡ് ബൈ അത് ചെയ്യുന്ന സമയത്ത് തിരിച്ചിടുക 2π/nh. കറക്റ്റ്. 2πയും താഴത്തെ 4πയും വിട്ട് താഴെ ഒരു 2 വരും. സോ ആൻസർ ഈസ് സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 nh. സെഡ്, ഈ സെഡ് ഇട്ടിട്ട് ഞാനൊരു വെട്ടിടാറുണ്ട്. അത് ഞാൻ എഴുതുന്നത് അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ്. വേറെ ലെറ്റർ ഒന്നല്ല, സെഡ് ആണ്. ഞാനത് അങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, മനസ്സിലല്ലോ? ഇത് സെഡ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എഴുതി ശീലിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് വിട്ടിടും ചിലപ്പോൾ. പറഞ്ഞ മനസ്സിലായി? ഇല്ലെങ്കിൽ എനിക്ക് രണ്ടും സെഡും മാറിപ്പോവും എൻ്റെ ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചറിയാനായിട്ട് സെഡിനെ ഇങ്ങനെ തന്നെ എഴുതുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല. അപ്പൊ വെലോസിറ്റി v ഈക്വൽ ടു സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 nh. ഇതില് ഞാനൊരു സിയും കൊണ്ട് മുകളിലും താഴെ അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാം. വിയുടെ പ്രൊപ്പോർഷണാലിറ്റി നോക്കാം. ഇ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ഈ ഇലക്ട്രോണിക് ചാർജ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. 2 ഒരു കോൺസ്റ്റന്റ് ആണ്, ε0 ഒരു കോൺസ്റ്റന്റ് ആണ്, h ഒരു കോൺസ്റ്റന്റ് ആണ്. ബാക്കി പോയിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം. സോ ആസ് z increases velocity increases. As n increases velocity Decreases. അപ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആറ്റം അതിന്റെ 3 ഓർബിറ്റ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇലക്ട്രോൺ കറങ്ങുന്ന സ്പീഡ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണിനെയൊക്കെ വരച്ചാൽ അവിടെ ബാക്കി അടയാളപ്പെടുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ വെലോസിറ്റി മാത്രം മാർക്ക് ചെയ്യണം. എന്താ ഇങ്ങനെ വരച്ചതിന്റെ മീനിങ്? n കൂടുമ്പോൾ വെലോസിറ്റി കുറയാണ് ചെയ്യുക അല്ലേ? As n increases velocity decreases. So ഫസ്റ്റ് ഓർബിറ്റിലാണ് ഏറ്റവും കൂടിയ വെലോസിറ്റി. ടാൻജൻഷ്യലായിരിക്കും വെലോസിറ്റി അല്ലേ? രണ്ടാമത്തെ ഓർബിറ്റിൽ അത്രയും വെലോസിറ്റി ഇല്ല. മൂന്നാമത്തെ ഓർബിറ്റിൽ അത്രയും വെലോസിറ്റി ഇല്ല. സോ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ സെൻ ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. ഈ മുകളിൽ എഴുതിയതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരേ റേഡിയസ് ഉള്ള മൂന്ന് ആറ്റം. റേഡിയസ് ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, എന്തായാലും നോക്കുക. ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റം, പിന്നെ ഹീലിയം ആറ്റം, പിന്നെ ലിത്തിയം. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം. ഇതിലെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ഓർബിറ്റ് കൺസിഡർ ചെയ്താൽ ഏതിലായിരിക്കും ഏറ്റവും സ്പീഡ് കൂടുതൽ? ഇതിന് സ്പീഡ് ഇത്രയാണെന്ന് വിചാരിക്കും. രണ്ടാമത്തേന് സ്പീഡ് എന്ത് ചെയ്യും? കൂടും. മൂന്നാമത്തേന് സ്പീഡ് ഇതിലും കൂടുതലായി. മനസ്സിലായോ? ഹലോ, ക്ലിയർ ആണോ പറയുന്നത്? അതെ സർ. അപ്പൊ നിങ്ങൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഒന്നാമത്തെ ഓർബിറ്റിന്റെ സ്പീഡ് കാണുന്നത് ഹീലിയത്തിന്റെ കാണുന്നത് ഓരോന്നും ഡിഫറൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആറ്റോമിക് നമ്പർ കൂടുമ്പോഴായിരിക്കും വരും. ഒരു മിനിറ്റ്.
കേൾക്കാമോ? സാർ ഓക്കെ. അപ്പോൾ വെലോസിറ്റി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആറ്റോമിക് നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. രണ്ട് ഏത് ഓർബിറ്റാണ് നമ്മൾ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ. നൗ ഫോർ ഹൈഡ്രജൻ ഫസ്റ്റ് ഓർബിറ്റ് അതിന്റെ വെലോസിറ്റി കാണാനാണ്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആണ് നമ്മുടെ ഏറ്റവും ചെറിയ ആറ്റം. അതിന്റെ ഫസ്റ്റ് ഓർബിറ്റ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അവിടെയുള്ള വെലോസിറ്റി v is equal to നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ z സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 nh ആണ്. അപ്പോൾ z 1 ആവും, n 1 ആവും. z 1 ആയത് ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് n 1 ആയത് ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ v എത്ര വരും? e സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 h. ഓക്കെ. ഇതിനെ ഞാൻ ഒരു c മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും. ഇതിനെ ഞാൻ ആൽഫ സി എന്ന് വിളിക്കുക. വേർ ആൽഫ ഈസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 ch is called fine structure constant. Is called fine structure constant. എന്തുകൊണ്ട് ഇതിനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. സോമർഫീൽഡ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. വെക്ടർ ആറ്റം, ഇത് ബോർ ആറ്റം മോഡൽ കഴിഞ്ഞു വന്ന മോഡൽ. അതെടുക്കുന്ന സമയത്ത് അതിന്റെ പേര് വന്നത് എവിടുന്നാന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് മാത്രം ഓർത്തിരിക്കുക. അതിന്റെ വാല്യൂ e സ്ക്വയർ ബൈ 2ε0 ch ആണ്. അതിന്റെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 137 ആണ്. അതാണ് അതിന്റെ വാല്യൂ 1/137. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതിന്റെ ഡയമെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇതിലെ ഇയുടെ ഡയമെൻഷനും ε0യുടെ സിയുടെ എച്ചിന്റെ ഡയമെൻഷൻസ് കൊടുത്താൽ മതി. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഈ എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സി. അപ്പോൾ വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഫസ്റ്റ് ഓർബിറ്റ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ for hydrogen atom in the first orbit is 3 × 10⁸ divided by 137 എന്ന് പറഞ്ഞാൽ roughly 10⁶ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ? 10⁶. 10⁶ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മീറ്റർ.
10 ലക്ഷം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 1000 കിലോമീറ്റർ. അത്ര ഫാസ്റ്റായിട്ടാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. ഓക്കെ, ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ ഒരു റേഞ്ച് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അത് ഏകദേശം ഈ ഓർഡറിലാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നിങ്ങളോട് ഒരു പ്രോബ്ലം ഒന്ന്, ഫൈൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് ഓഫ് ലിത്തിയം. ലിത്തിയം എന്നുള്ളതിന് പകരം ലിത്തിയം വേണ്ട, ഹീലിയം ആറ്റം. ഇതായിരിക്കും ആൻസർ. V is equal to, നിങ്ങൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ, Z E square divided by 2 epsilon 0 NH ആണ്. Z എത്രയാണ്? ഹീലിയം. Z എത്രയാണ്? N എത്രയാണ്? 3. അപ്പോൾ V is equal to 2 by 3. ബാക്കിയുള്ളതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, നേരത്തെ പോലെ സി മുകളിലും താഴെ ഇട്ടു. അപ്പൊ 2/3 ആൽഫ സി എന്ന് എഴുതാം. 2/3 ആൽഫ സി. ഓക്കെ, ഇറ്റ് ക്ലിയർ? ഓർ 2/3 ഓഫ് വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ. വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. H1 ഇട്ടിരിക്കുന്നത് എന്താ? VH1 ഇട്ടിരിക്കുന്നത് എന്താ? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ബേസിൽ ബാക്കിയെല്ലാം പറയുകയാണ്. അതിന്റെ വാല്യൂ തൊട്ട് മുന്നേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റഫ്ലി ഉള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ സർ. 2, ഫൈൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് സോഡിയം ആറ്റം. പറയാമോ? V is equal to എത്ര ആയിരിക്കും? 23/2. ഇവിടെ Z എത്ര? 2 അല്ലേ? ഓ, Z 2 അല്ല, N ആണ് 2. Z എത്രയാണ്? 23. സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? സോഡിയം 11. N സോറി സർ. 2. ഓക്കെ, സോഡിയം എന്ന് പറഞ്ഞത് 11 ആണ് അറ്റോമിക് നമ്പർ. സോ ആൻസർ 11/2 VH1. കറക്റ്റ്? ക്ലിയർ ആണോ? അതെ സർ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ബോർ ആറ്റം മോഡൽ പ്രകാരം Z E square divided by 2 epsilon 0 NH ആണ്. അതിൽ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഏതാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ആണ്. N എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഓർബിറ്റിന്റെ വെലോസിറ്റി ആണോ കാണുന്ന ആ ഓർബിറ്റ്. ബോർ ആറ്റം മോഡൽ അനുസരിച്ച് എല്ലാ ഓർബിറ്റ് ഒന്നും പറ്റില്ല, ചില പർട്ടിക്കുലർ ഓർബിറ്റ്സ് പറ്റുക. N 1 2 3 എന്നുള്ള ഓർബിറ്റ്സ് മാത്രമേ പറ്റൂ. അവരെയാണ് KLMN എന്നൊക്കെ നമ്മൾ വിളിക്കാറ്. ഓക്കെ, ഹലോ. ഞാൻ ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അന്നത്തെ പോലെ ഇതിനെ നോട്ട്സ് അപ്ലോഡ് ചെയ്ത് തരാൻ പറ്റുമോ? ഏതാ?